ഓഡിയോ ഓക്കെ, ഫോക്കസ് ഓക്കെ അല്ലേ? ഓക്കെ. ആ, നമസ്കാരം. അപ്പോൾ ഇന്നിപ്പോൾ അടുക്കളയിൽ കയറാം. നമുക്ക് അടുക്കളയിൽ കയറുന്ന സ്ത്രീകളെല്ലാം സ്ത്രീ ശാക്തീകരണം, സ്ത്രീ സ്വതന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോൾ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകം ഓർമ്മയില്ലേ? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അടുക്കളയിലിരുന്ന മഹതി വനിതകളെല്ലാം അരങ്ങത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ അടുക്കളയിൽ ആരാ? ഞഞ്ഞം കഴിക്കണ്ടേ? ഈ അവസ്ഥ മുതലെടുത്തുകൊണ്ട് സ്വിഗ്ഗി, സൊമാറ്റോ നമ്മുടെ അടുക്കളയിൽ വന്നിരിക്കുകയാണ്. ഹോട്ടലാണെങ്കിലോ ബംഗാളികളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഈ ബംഗാളികൾ എല്ലാവരും അല്ല, ചമ്മത്തി കുളിക്കില്ല, തൂറിയ ചന്തി കഴുകൂല. ഇവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ നല്ല ടേസ്റ്റോടുകൂടി ആഹരിക്കുന്നത്. നമുക്കിതൊന്നും വേണ്ട. നാഗയെ ഓർമ്മയുണ്ടോ? നാഗശൈലന്ദ്രി. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, വിരലുകളില്ലേ, കൈകളില്ലേ, അരിയില്ലേ, നാഴിയരി, അതെടുത്ത് ഉണ്ടാക്കി ഭക്ഷിക്കും. നമുക്ക് ഭക്ഷിക്കാം. നാഗയെ മനസാ സ്മരാമി, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് ഉപ്പുമാവ്. നമുക്ക് പ്രാതലായിട്ട് കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഉപ്പുമാവ് കുക്കിംഗ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ക്ഷമയാണ് വേണ്ടത്. നല്ല ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞാൽ സാധാരണ ക്ഷമ സ്ത്രീകൾക്കാണ്, ആണുങ്ങൾക്കില്ല. പക്ഷെ ആ ക്ഷമയോളം നമ്മൾ താഴണം. ക്ഷമയാം ദരിദ്രി എന്നാണ് സ്ത്രീകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവർക്കാണ് ക്ഷമ പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകം എങ്ങനെയാട്ടാ? കാര്യേഷു മന്ത്രി, കർമ്മേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ക്ഷമയാം ദരിദ്രി, സ്നേഹേഷു മാത, ശയനേഷു വേശ്യ, ഷത്കർമ്മനാരി, കുലധർമ്മ പത്നി എന്നാണ്. അതാണ് ആ പഴയ ആ നിസാരത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണത്. സ്ത്രീകൾ ഒരു ഉത്തമയായ പത്നി എങ്ങനെയായിരിക്കണം? ഷട്കർമ്മനാരി കുലധർമ്മ പത്നി എങ്ങനെയായിരിക്കണം? അതായത് പറയുന്നത് കാര്യേഷു മന്ത്രി, കാര്യത്തിൽ മന്ത്രിയെ പോലെയും, കർമ്മേഷു ദാസി, കർമ്മത്തിൽ ദാസിയെ പോലെയും, രൂപേഷു ലക്ഷ്മി, ലക്ഷ്മിയെ പോലെ ആയിട്ടുള്ളവളും, ക്ഷമയാം ദരിദ്രി, ഭൂമിയോട് ക്ഷമിക്കുന്നവളും, സ്നേഹേഷു മാത, അമ്മയെപ്പോലെ സ്നേഹിക്കാൻ കഴിവുള്ളവളും, ശയനേഷു വേശ്യ, വേശ്യയെപ്പോലെ ശയിക്കുന്നതുമായ ഏത് സ്ത്രീയാണോ ഈ 6 കർമ്മങ്ങളും ഈ 6 ഗുണങ്ങളും ഏത് സ്ത്രീയിലാണോ ഒത്തത് ചേരുന്നത്, അവളാണ് കുലസ്ത്രീ. ഷട്കർമ്മനാരി കുലധർമ്മപത്നി, കുലധർമ്മപത്നി എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ പത്നി പോയി. അപ്പം നമുക്ക് ഈ ഒരു പാചകത്തിലേക്ക് ക്ഷമയോടുകൂടി ക്ഷമ ആർജിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉപ്മാവാണ്. പ്രാതലായിട്ട് കഴിക്കാൻ പറ്റിയത്. ഉപ്മാവ് ഉണ്ടാക്കണതിന് മുമ്പായിട്ട് ഉപ്മാവിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഉപ്മാവ് ഉണ്ടാക്കണതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സവാള. ഒരു സവാള എടുത്ത് കുരുകുരാന്നിങ്ങനെ അരിയുക. കുരുകുരാന്ന് അരിഞ്ഞിട്ട് അത് എടുക്കുക. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് ചതയ്ക്കുക. ചതച്ചിട്ട് ഒരു അല്പം ഇഞ്ചി എടുത്തിട്ട് ഇവിടെ വെച്ചേക്കുക കേട്ടോ. അത് ഡൈജഷൻ നല്ലതാണ്. പിന്നെ ഈ പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ കഷ്ണമിട്ട് നടുക അറിയുക. പിന്നെ വറ്റമുളക് കുറച്ചെടുക്കുക. പിന്നെ കറിവേപ്പില അത് എടുക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി വളരെ നൈസ് ഒക്കെ ചെറുതായിട്ട് നുറുക്കി അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ റവ എന്ന് പറയുന്ന സാധനം ഈ ഒരു തരം സംസ്കരണ വിധേയമായിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സിലൂടെ, ഒരു റിഫൈൻഡ് പ്രോസസ്സിലൂടെ പുറത്തു വരുന്ന സാധനമാണ്. അതിൻ്റെ ഈ ആട്ടയായാലും മൈദയായാലും ഒരു ഗോതമ്പിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതങ്ങനെ റിഫൈൻ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന നമുക്ക് ഡൈജഷന് അത് പെർഫെക്റ്റ് ആവട്ടെ, അതിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്താൽ. ഇത്രയും ഐറ്റംസ് എടുക്കും. ഒപ്പം തന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ്
ഉപ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയെ പറ്റി പറയുമ്പോൾ 2 വാക്ക് പറയാതെ വയ്യ. ഇപ്പോൾ നമുക്കറിയാം വെളിച്ചെണ്ണയ്ക്ക് 1 ലിറ്റർ കണ്ടത് ശരാശരി 400 രൂപയാണ്, ഭയങ്കര വില. അപ്പോൾ ഇത്രയും വില വരുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും മായം ചേർന്നിരിക്കും. അപ്പോൾ എന്താണ് വെളിച്ചെണ്ണയിൽ സാധാരണയായിട്ട് മായം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ, 1 സോൾവെൻറ്റ് ഡിറ്റർജൻറ്റ് ഓയിൽ, 2 പാം കർണൽ ഓയിൽ ചേർക്കും, പിന്നെ ലിക്വിഡ് പാരഫിൻ. ഈ 3 ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്രോളിയം പ്രോഡക്റ്റാണ്. ഇതാണ് സാർവത്രികമായിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഈ പറഞ്ഞ പോലെ പരമാവധി കൊപ്രയൊക്കെ സംഘടിപ്പിച്ച് ഒക്കെ ആട്ടി, സ്വന്തം നിലയിൽ ആട്ടിയൊക്കെയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. കഴിവതും നല്ല വെളിച്ചെണ്ണ നോക്കി, വിശ്വസിക്കാൻ കൊള്ളാവുന്ന വെളിച്ചെണ്ണ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. മിനിമം കേരഫെഡ്, അത് സർക്കാരിൻ്റെ സ്ഥാപനമായതുകൊണ്ട് കുറേ ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാവുന്ന സാധനമാണ് കേരഫെഡ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്ര 10,000-20,000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ചക്ക് കിട്ടും. ഈ ചക്ക് ഇങ്ങനെ എല്ലാ കച്ചവടക്കാരും ഇല്ല കേട്ടോ, ചക്ക് ഇങ്ങനെ കാണാൻ വെച്ചിട്ട് തമിഴ്നാട് വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ ഉപവാസത്തൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ച് വിൽക്കുന്ന കള്ളക്കച്ചവടക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അത്തരം വെളിച്ചെണ്ണ എന്ത് വാങ്ങരുത്. അത് വെളിച്ചെണ്ണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓർക്കുക, നമ്മുടെ വയറാണ്, നമ്മുടെ കുടലാണ്, നമ്മുടെ കിഡ്നിയാണ്, നമ്മുടെ ലിവറാണ്, നമ്മുടെ ആന്തരിക അവയവങ്ങളാണ്. ഒരു പരിക്കുകളും പറ്റാതെ സൂക്ഷിച്ച അവനവന് തന്നെ നല്ലത്. പിന്നെ ഈ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ട്, അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഏതാണ്ട് 80-82% സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് അത്. പക്ഷേ ഇതിനകത്ത് ലോറിക് ആസിഡ് ഉണ്ട്. ലോറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അത് HDL ഉണ്ടാക്കും, നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കും. അത് മനുഷ്യന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. എന്ന് വെച്ചിട്ട് ഇത് വാരി വലിച്ച് കഴിക്കൊന്നും വേണ്ട. ഇതൊന്നും ലിമിറ്റ് ചെയ്യുക. എണ്ണ എല്ലാം മറ്റെണ്ണകളുടെ കാര്യമൊക്കെ പിന്നീട് ഒരു അവസരം പറയാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ വാരി വലിച്ചൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഹോസ്പിറ്റലുകൾ ഇന്നലെ വരെ എന്താ പറയുക, ഒരു ചെറിയൊരു ക്ലിനിക്ക് ഇട്ട ഡോക്ടർമാരൊക്കെയാണ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഉടമകളായിട്ട്, ബഹുനില ഹോസ്പിറ്റൽ കെട്ടിടങ്ങളുടെ ഉടമകളായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടേതായ രീതി കരുതിയാൽ നമ്മുടെ പോക്കറ്റിലെ പണം നമ്മുടെ കയ്യിലിരിക്കും. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് ഇങ്ങനെ കത്തിക്കുക. സ്റ്റവ് നല്ലോണം കത്തിക്കുക. കത്തിച്ചിട്ട് പിന്നെ ഉപ്മാവിനെ പറ്റി പറഞ്ഞാൽ അത് ഒരുപാട് പോഷക മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് ഉപ്മാവ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് ഈ പറഞ്ഞ പോലെ രാവിലെ പ്രാതലിന് കഴിക്കാൻ വളരെയധികം നല്ലൊരു സാധനമാണ് ഉപ്മാവ്. ഈ ഉപ്പുമാവിൽ പറയാം, ഒന്ന് നമ്മളത് നോക്കിക്കോളൂ, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് കടുക് ഇടുകയാണ്. കടുക് നമ്മൾ വെളിച്ചെണ്ണ തിളച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കടുക് ഇടുക. കടുക് ഇടുകയാണ്. കടുക്, ഇത്ര കടുക് നമ്മൾ ഇടുകയാണ്. കടുക് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, കണ്ണിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഒന്ന് അടക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം. അത് കടുകിന്ന് പൊട്ടിത്തെറിക്കട്ടെ. ഈ ഉപ്പുമാവിൽ ഈ മഗ്നീഷ്യം ഉണ്ട്, മഗ്നീഷ്യം. പിന്നെ അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ നല്ലതാണ്. ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനിങ്ങിന് വളരെ നല്ലതാണ് മഗ്നീഷ്യം. പിന്നെ കാൽസ്യം ഉണ്ട്. പിന്നെ അയൺ ഉണ്ട്, അയൺ കണ്ടൻറ്റ് ഉണ്ട്. നമ്മുടെ അസ്ഥികൾക്കൊക്കെ വളരെ നല്ലതാണത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഈ നല്ല എനർജിക്ക് പര്യാപ്തമായിട്ടുള്ള പറയാം, കടുക് പൊട്ടിക്കഴിഞ്ഞു. ഞാൻ വെച്ചാൽ ഇച്ചിരി ഇഞ്ചി, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി അതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി ഇട്ടിട്ടൊന്ന് വേവിക്കുകയാണ്. ഫ്ലെയിം ഒന്ന് ചുരുക്കിയേക്കാം.
ഇഞ്ചിയിലാണ് ഇതേ ഇതിട്ടു, നമ്മുടെ വറ്റമുളക് ഇട്ടു കേട്ടോ. വറ്റമുളക് ഇട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കാണ്. പിന്നെ നമ്മൾ സവാള നോക്കിക്കോളൂ, സവാള ഇടാണ്. സവാള മുളകും കൂടി ഇടണം. ഇത് വേവട്ടെ. ഇതൊന്ന് മൊരിയുമ്പോൾ ഇത് ഇത്തിരി ഉപ്പിടണം. അതിൽ ഈ സവാള വേഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പിടണം. ഇപ്പോഴേ ഉപ്പിടണം, വളരെ നല്ലതാണ്. ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം ഒന്ന് കുറച്ച് ഒരു പൊടിക്ക് ഉപ്പിട്ടേക്കാം. പിന്നെ നമ്മൾ ഈ കറിവേപ്പില ഇട്ടേക്കാം. ഒരു കീറി പൊളിച്ച് കുറച്ച് കറിവേപ്പില ഇടാം. അവിടെ കിടന്ന് വേവട്ടെ. പിന്നെ ഈ പറഞ്ഞു വന്നില്ല, ഈ ഉപ്പുമാവിൽ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അപ്പോൾ ഷുഗർ പേഷ്യൻസിന്, ഷുഗർ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് ഭയക്കേണ്ട, ഒരു പരിധി വരെ ഭയക്കേണ്ടതില്ല. പിന്നെ ഇതിനകത്ത് എനർജി ലെവൽ അത് ഏകദേശം ഒരു 130 മുതൽ 190 കലോറി എനർജിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പുമാവ് രാവിലെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു എനർജിക്ക്, നമുക്ക് അന്നത്തെ ഉച്ചവരെ നിൽക്കാനുള്ള എനർജിക്ക് വളരെ നല്ലതാണ്. അതാണ് ഉപ്പുമാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ദെൻ നമ്മൾ ഇതൊന്ന് മൊരിയുന്ന വരെ നോക്കിയേക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ, ചെറിയൊരു വേവുന്നത് വരെ ഒന്ന് നോക്കിയേക്കുക. ഇത് വെന്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം തിളയ്ക്കണം കേട്ടോ. വെള്ളം തിളയ്ക്കാണ്ട് റബ് ഇടാൻ പാടില്ല. റബ് ഇട്ടിട്ട് ഈ സാധനങ്ങൾ ഇടുക. നമ്മൾ വെച്ചിരിക്കുന്ന സാധനം, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ടിട്ട് തിളയ്ക്കുന്ന വരെ നോക്കിക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ തിളയ്ക്കുന്ന വരെ നോക്കിക്കുക. ഇത് ഉഴുന്ന് മാറ്റാം. തിളയ്ക്കുന്ന വരെ ഒന്ന് നോക്കിക്കുക. അപ്പോൾ ഉപ്പുമാവിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഈ എന്താ പറയുക, വെളിച്ചെണ്ണയിലെ മായം പറഞ്ഞു. അപ്പോൾ മറ്റുള്ളതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ, സവാളയൊക്കെ വളരെ നല്ലതാണെന്നറിയോ. അതൊക്കെ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കിതിനകത്ത് കുറച്ച് കുരുമുളക്, ഒരു 2-3 തരി കുരുമുളക് ഇട്ടാൽ ഒന്ന് നല്ലതാണത്. അതൊന്ന് കടിക്കുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. 2-3-4 തരിയാണ് ഇട്ടേക്കുക. കുരുമുളക് ചെറുതായിട്ടൊന്ന് ഇട്ടേക്കുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഒന്ന് കുറ്റി വെക്കുക. എന്നിട്ട് റവ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഞാനത്. പക്ഷെ ഒരുപാട് ഇടരുത്. ഇതിൽ വെള്ളത്തിൽ കുറച്ച് വേവ് വേണം. പാകത്തിനാക്കിയിടുക. അത് കഴിഞ്ഞാൽ ഇതിവിടെ വച്ചിട്ട് ശരിക്കും നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം. കണ്ട, ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇവൻ ആവിയിലൊന്ന് വേവണം. ആവിയിൽ. അപ്പോൾ ഇനിയാണ് വേവൽ. അക്കപ്പാടി എൻജോയ് ചെയ്തുണ്ടാക്കാം. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എൻജോയ് ചെയ്തുണ്ടാക്കണം. അത് അതിൻ്റേതായൊരു രസമാണ്.
എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വേവിക്കാം. വേവട്ടെ. അവിടെ കിടന്നൊന്നു വേവടാ. അങ്ങനെ വേവിക്കാം. ഓക്കെ. ഉപ്പുമാവ് അവിടെ കിടന്നൊന്നു വേവടാ. അങ്ങനെ വേവിക്കാം. അങ്ങനെ ഒരു വെന്ത് കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് നോക്കാം. പാകം തന്നെ കറക്റ്റായിട്ടുണ്ട്. എന്താ അങ്ങനെ ഉപ്പുമാവ് വേവിക്കാം. ഇനി നമ്മൾ ഉപ്പുമാവ് ഇറക്കൊരായി കഴിഞ്ഞു. ഉപ്പുമാവ് എടുക്കുക, സർവിങ് ഡിഷിലേക്ക് ആക്കുക. ഉപ്പുമാവ് എടുക്കുക, സർവിങ് ഡിഷിലേക്ക് ഇടുക. അങ്ങനെ ഉപ്പുമാവ് സർവിങ് ഡിഷിലേക്ക് ആയി. ഇത് നമുക്ക് പപ്പടം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഴം കൂട്ടിയിട്ടോ അങ്ങനെ എന്ത് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതാണ് ഞാൻ വളരെ ലളിതമായിട്ടുണ്ടാക്കിയ ഉപ്പുമാവ്. ഓക്കെ, ഇനി അടുത്തൊരു സമയം കാണാം. നന്ദി, നമസ്കാരം.